കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗത്തിൽ ഇതിന്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ നിങ്ങളോട് പറയണം. നിങ്ങൾ ആരും എന്നോട് പറയണ്ട. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ പറയണം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പ്രാദേശിക സഭയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ഡു യു ലവ് യുവർ ചർച്ച്? നിങ്ങളുടെ സഭയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ ആ സഭയിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം എന്താണ്? നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങളുടെ പങ്കാളിത്തം, നിങ്ങൾ എന്ത് പങ്കാളിത്തമാണ്? നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നുണ്ട് എന്നായിരിക്കും നിങ്ങൾ ഉത്തരം പറഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ സഭയിൽ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? നിങ്ങളുടെ ഏത് പങ്കാളിത്തത്തിലൂടെയാണ്, ഏത് രീതിയിലൂടെയാണ് സഭയോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങൾ വെളിപ്പെടുത്തുന്നത്? നിങ്ങളുടെ റോൾ എന്താണ്? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സഭയിലെ ഒരു മാതൃകാ വിശ്വാസിയാണ്? ഒരു മാതൃകയുള്ള, അനുകരിക്കാൻ കൊള്ളാവുന്ന, നിങ്ങളെ എടുത്തു പറയാനായിട്ട് യോഗ്യതകളുള്ള, സ്വഭാവമുള്ള ഒരു വിശ്വാസിയാണോ നിങ്ങൾ? നിങ്ങളുടെ സ്നേഹത്തിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ, സഹിഷ്ണുതയിൽ, നിങ്ങളുടെ ക്ഷമയുടെ കാര്യത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളെ ആളുകൾ നോക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ വാക്കില്, നടപ്പില്, നിങ്ങളുടെ ജീവിത രീതിയില്, കുടുംബ ജീവിതം നയിക്കുന്നതില്, സഭയ്ക്ക് നിങ്ങൾ കാര്യമായിട്ടുള്ള കൈത്താങ്ങൽ കൊടുക്കുന്നതിൽ, സാമ്പത്തികമായ പിന്തുണകൾ നിങ്ങൾ കൊടുക്കുന്നതിൽ, ഇങ്ങനെ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകയുള്ള ഒരു വിശ്വാസിയാണോ നിങ്ങൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ദൈവദാസന്മാരോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? നിങ്ങളെ മേയിക്കുന്ന, നിങ്ങളെ നടത്തുന്ന, നിങ്ങൾക്ക് വചനം പറഞ്ഞു വരുന്ന, നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളോട് താല്പര്യം കാണിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? അവർക്ക് എത്രത്തോളം നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ട്? എത്രത്തോളം നിങ്ങളെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്? നിങ്ങളെ വഴക്ക് പറയാൻ അവർക്ക് അധികാരമുണ്ടോ? നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ, അല്ലെങ്കിൽ അല്പം ആധികാരികതയോടെ, എടാ അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ സഹോദര അങ്ങനെ പറയരുത്, അങ്ങനെ പോകരുത്, അത് ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ സഹോദരി എങ്ങനെ ചെയ്യരുതായിരുന്നു, പറയരുതായിരുന്നു എന്ന് പറയത്തക്ക നിലയിലുള്ള ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ദൈവദാസന് നിങ്ങളുടെ മുകളിൽ ഉണ്ടോ? ഞാനിതെല്ലാം വെറുതെ ശൂന്യാകാശത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളല്ല. ഞാൻ ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് ചോദിച്ച കാര്യങ്ങളാണ്. ഈ വായിച്ച ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച കാര്യങ്ങളാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ സഭയുടെ ഒരു പ്രിയ മകനാണോ, ഒരു പ്രിയ മകളാണോ? നിങ്ങൾ സഭയുടെ ഒരു പ്രിയ മകനാണോ, ഒരു പ്രിയ മകളാണോ? ആർ യു എ ബിലവഡ് സൺ ഓഫ് ദ ചർച്ച്? ആർ യു എ ബിലവഡ് ഡോട്ടർ ഓഫ് യുവർ ചർച്ച്? ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചോദിക്കുക, എന്നിട്ട് നിങ്ങളോട് തന്നെ ഉത്തരം പറയുക. ഇനി ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദീകരിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നമേ തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വീടുകളിൽ പോയി ഈ അധ്യായം നിങ്ങൾ വായിക്കണം. ഈ രണ്ടാമത്തെ ലേഖനവും മൂന്നാമത്തെ ലേഖനവും നിങ്ങൾ വായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളകളിൽ കൂടുതലായിട്ടുള്ള പ്രകാശനങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ചിന്താ വിഷയം എന്ന് പറയുന്നത്, ബി എ ബിലവഡ് സൺ ഓഫ് യുവർ ചർച്ച്, ബി എ ബിലവഡ് ഡോട്ടർ ഓഫ് യുവർ ചർച്ച്. നിങ്ങളുടെ സഭയുടെ ഒരു പ്രിയ മകനായിരിക്കുക, ഒരു പ്രിയ മകളായിരിക്കുക. നിങ്ങൾ ദൈവസഭയുടെ പ്രിയ മകനും പ്രിയ മകളും ആയിരിക്കുക. ദൈവസഭയ്ക്ക് നിങ്ങളെ ആവശ്യമാണ്. നിങ്ങളില്ലാതെ ദൈവസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ ആ ആവശ്യകത സഭയ്ക്ക് തോന്നത്തക്ക നിലയിൽ നിങ്ങൾ അത്രമാത്രം ഹൃദ്യമായ
ജീവിതവും സ്വഭാവവും പെരുമാറ്റവും വിശ്വാസവും ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ആയിരിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ള എനിക്കുള്ള സന്ദേശം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറയുകയുണ്ടായി, ഇവിടെ 3 കഥാപാത്രങ്ങളെ കാണുന്നു. ഇതിലൊരു കഥാപാത്രമാണ് ഗായോസ് എന്ന് പറയുന്ന പ്രിയ മകൻ. ആ ഗായോസിനെ കുറിച്ച് യോഹന്നാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ നോക്കുക. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത് അല്ലെ. ആ പ്രിയ എന്ന് പറയുന്ന വാക്ക് യോഹന്നാൻ എത്ര പ്രിയങ്കരമായിട്ടാണ്, എത്ര സ്നേഹത്തോടെയാണ് താൻ അത് പറയുന്നത്. പ്രിയ ഗായോസ്, ഡിയർ ഗായോസ്, പ്രിയപ്പെട്ട ഗായോസ്. എന്നിട്ട് അതിന് മാത്രമല്ല പറയുന്നത്, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്നവനാണ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഗായോസിന് ഞാൻ എഴുതുകയാണ്. എന്നിട്ട് യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിയനേ. അടുത്ത് പിന്നെയും പറയുകയാണ്, പ്രിയനേ. ആ പ്രിയപ്പെട്ട എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അടുത്ത് പറയാണ്, എന്റെ പ്രിയനേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത് നോക്കിയേ, എന്താ രണ്ടാമത്തെ വാക്യം? പ്രിയനേ, പ്രിയ ഗായോസേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ കണ്ടന്റ്? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ഗായോസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് യോഹന്നാൻ. മാത്രമല്ല, ഗായോസിനെ ഓർക്കുമ്പോൾ അവനോട് സ്നേഹം മാത്രമല്ല ഉള്ളത്, ആ സ്നേഹത്തിൽ നിന്ന് യോഹന്നാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥനയുടെ കണ്ടന്റ്? ഗായോസ് ആത്മാവിൽ ശുഭതയുള്ള വ്യക്തിയാണ്. എന്താ ഇതിന്റെ അർത്ഥം? അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. അവൻ രക്ഷയുടെ ആ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണ്. അവൻ സ്വർഗരാജ്യത്തിൽ, അവൻ ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. അവന്റെ ആത്മാവ് ശുഭതയുള്ളതാണ്. അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, സ്വർഗരാജ്യത്തിൽ പോകും. അവന്റെ ആത്മാവ് നശിക്കുകയില്ല. അവന്റെ ആത്മാവ് ആരോഗ്യമുള്ളതാണ്. അവന്റെ ആത്മാവിന് ശുഭതയുണ്ട്. അതാണ് അതിനുള്ള സന്തോഷം. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അവൻ ആത്മീയത്തിൽ ആരോഗ്യമുള്ള വ്യക്തിയാണ്, അവൻ വിശ്വാസത്തിൽ ആരോഗ്യമുള്ള വ്യക്തിയാണ്, അവൻ സ്നേഹത്തിൽ ആരോഗ്യമുള്ള വ്യക്തിയാണ്, പ്രത്യാശയിൽ അവൻ ആരോഗ്യമുള്ള വ്യക്തിയാണ്, ആത്മീയ കാര്യങ്ങളിൽ അവൻ ആരോഗ്യമുള്ള വ്യക്തിയാണ്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. നീ ആത്മീയതയിൽ മാത്രമല്ല ശുഭത അനുഭവിക്കേണ്ടത്, നീ സകല മേഖലകളിലും, നിന്റെ ഭൗതിക കാര്യങ്ങളിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ, നിന്റെ വീട്ടിലെ കാര്യങ്ങളിൽ, നീ ചെയ്യുന്ന പല കാര്യങ്ങളിലും നീ ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് യോഹന്നാൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണ് ഗായോസിന് വേണ്ടി അങ്ങനെ യോഹന്നാൻ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഈ വേദഭാഗം വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണും. കാരണം സഭയിൽ കടന്നു വന്ന സഹോദരന്മാർ ഗായോസിനെ കുറിച്ച് പല സാക്ഷ്യങ്ങൾ പറഞ്ഞു. അതിലൊരു സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? അതിൽ ആദ്യത്തേത്, നീ സത്യത്തിൽ നടക്കുന്നു. നീ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. സത്യ ഉപദേശവും അല്ലെങ്കിൽ പത്യോപദേശം അവന് കിട്ടിയ ആത്മീയ വെളിച്ചത്തിൽ, അവന് കിട്ടിയ ആ ആത്മീയമായ കാഴ്ചപ്പാടിൽ അവൻ അടിയുറച്ച് ആ വിശ്വാസത്തിൽ അവൻ നിൽക്കുന്നു എന്നുള്ളത് യോഹന്നാനെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സഭയുടെ പ്രിയ മകനായിരിക്കാൻ എങ്ങനെ കഴിയുക? പ്രിയ മകളായിരിക്കാൻ എങ്ങനെ കഴിയുക? നിങ്ങളെ അറിയിച്ചു തന്ന, നിങ്ങൾ കേട്ട ആ പത്യോപദേശത്തിൽ, ശരിയായ ഉപദേശത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയും വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. പ്രിയ സഹോദരൻ സുധീഷ് പറയുകയുണ്ടായി, ഞങ്ങളുടെ പാസ്റ്റർമാര് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് എന്ന് പറയാനായിട്ട് ഇടയായി. അതെ, ആ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കണം. ദൈവദാസന്മാർ നമുക്ക് പകർന്ന ആ ആത്മീയ വെളിച്ചത്തിൽ നമ്മൾ നടക്കണം. ഇവിടെ ഗായോസിനെ കുറിച്ച് പറയുകയാണ്, 3-ാമത്തെ വാക്യം, സഹോദരന്മാർ വന്നു, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. ഒരു ദൈവദാസന്, ദൈവമക്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് കാറുണ്ടാകണം, നിങ്ങൾക്ക് വീടുണ്ടാകണം, നിങ്ങളുടെ ഏലത്തോട്ടങ്ങൾക്കൊക്കെ നല്ല ഫലഭൂയിഷ്ഠത, വിളവുണ്ടാകണം, നിങ്ങളുടെ കന്നുകാലികള്
പാല് തരണം, ഇതൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷെ നിങ്ങൾ സഭയിൽ തലവേദനയാണെങ്കിലോ അവർക്ക് സന്തോഷം ഉണ്ടാകുമോ? ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം, നിങ്ങൾ ദാരിദ്ര്യത്തിലായാലും നിങ്ങൾ സമ്പന്നതയിലായാലും നിങ്ങൾ മാതൃകയുള്ള ഒരു വിശ്വാസിയാണ്. ഒരു നല്ല ഉപദേശ ജീവിതം, നിങ്ങൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് ഒരു ദൈവദാസന് സന്തോഷം ഉണ്ടാക്കുക. അതാണ് യോഹന്നാൻ ചെയ്തത്. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദൈവമക്കൾ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ ആരോഗ്യമുള്ളവരായിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് ഒരു ദൈവദാസൻ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത്. ഇവിടെ ഗായോസ് എങ്ങനെയുള്ളവനായിരുന്നു? അവൻ സത്യത്തിൽ നടക്കുന്നവനായിരുന്നു. നിങ്ങൾ ഒരു പ്രിയ മകനാകണമെങ്കിൽ, ഒരു പ്രിയ മകളാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സത്യത്തിൽ നടക്കുക. വാക്ക് ഇൻ ദ ട്രൂത്ത്. നിങ്ങളുടെ സഭയിൽ, സമൂഹത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സത്യ ഉപദേശത്തിൽ, ശരിയായ ദൈവവചന വെളിച്ചത്തിൽ നിങ്ങൾ ജീവിക്കുകയും നിങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ സഭയ്ക്ക്, ലോക്കൽ സഭയ്ക്ക് മാത്രമല്ല ആഗോള സഭയ്ക്കും നിങ്ങൾ ഒരു പ്രിയ മകനായി തീരുന്നത്, ഒരു പ്രിയ ദൈവദാസനായി നിങ്ങൾ മാറുന്നത്. അപ്പോൾ be a beloved of your church by walking in the truth. സത്യത്തിൽ നടന്ന് നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങളൊരു പ്രിയ പുരുഷനായി, പ്രിയ സഹോദരിയായിട്ട് ആയിത്തീരുക. രണ്ടാമത്തെ കാര്യം ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രിയ മകനായിട്ട് ഇരിക്കാൻ കഴിയും? നിന്റെ സാക്ഷ്യത്തിന് അവര് സാക്ഷ്യം പറഞ്ഞു, നിന്നെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അതാണ് കണ്ടത്. ഇനി 5-ാമത്തെ വാക്യത്തിൽ, പ്രിയനെ നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. സഹോദരങ്ങൾ ഈ സഭ സന്ദർശിച്ചപ്പോൾ ഗായോസ് അവരെ പരിചരിക്കുന്നതിൽ, ശുശ്രൂഷിക്കുന്നതിൽ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ വളരെ ആത്മാർത്ഥതയും സ്നേഹവും ഉത്സാഹവും കാണിച്ചു എന്നാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. അതിഥികളൊക്കെ വന്നപ്പോൾ അവരെ സൽക്കരിച്ചു. അതാണ് ഗായോസ് മറ്റുള്ളവരെ സേവിക്കുന്നതിന്, അവരെ ശുശ്രൂഷിക്കുന്നതിന്, അവരെ പരിചരിക്കുന്നതിന്, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിന്, അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ഒക്കെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ആ സ്വഭാവം ഉണ്ടോ? അതോ ആരാധന കഴിയുമ്പോൾ തന്നെ വേഗം തന്നെ നമ്മൾ എന്താ ഒരു വാക്ക് പറയില്ലേ, പട്ടയം പടവും കട്ടയും പടവും മടക്കി നമ്മൾ പൊടിയും തട്ടി ആശീർവാദം പറയണമെന്ന് തീരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തും. അതാണോ നമ്മുടെ പ്രകൃതം? അതോ ഇന്ന് അവിചാരിതമായിട്ടൊരു ഗസ്റ്റ് നമ്മുടെ സഭയിലേക്ക് വന്നു, അത് അവസാനം ജോസ് പാസ്റ്റർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു എന്ത് ചെയ്യും, അയ്യോ ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല, എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷമം കാണുന്ന ഒരു സഹോദരനോ സഹോദരിയാണോ നിങ്ങൾ? പാസ്റ്റർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എനിക്കിപ്പോ തമ്മിൽ ഞാനങ്ങ് പോവാണ്. അങ്ങനെയല്ലായിരുന്നു ഗായോസ്. ഗായോസ് എന്ത് ചെയ്തു? ഗായോസ് സഭയിൽ വരുന്ന സഹോദരി സഹോദരന്മാരെ വേണ്ടുന്ന വിധത്തിൽ പരിചരിക്കാൻ, ശുശ്രൂഷിക്കാൻ, തന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ മുൻപന്തിയിലായിരുന്നു. ഈ സഹോദരൻ ജീവിച്ചിരിക്കണ്ടേ? ഇങ്ങനെയുള്ള സഹോദരൻ ജീവിച്ചിരിക്കണോ വേണ്ടയോ? ഈ സഹോദരനും വേണ്ടി, ഇങ്ങനെയുള്ള സഹോദരിമാർക്കും വേണ്ടി യോഹന്നാൻ പ്രാർത്ഥിക്കാതിരിക്കുവോ? പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറയും അല്ലെ? അപ്പോഴാണ് പാസ്റ്റർ ചെയ്യണം. എന്തിനാ ഇങ്ങനെ ആരോഗ്യം? എന്തിനാരോഗ്യം? എന്തിന് നിനക്ക് നിങ്ങൾ ജീവിച്ചിരുന്നിട്ടുള്ള ഗുണമുണ്ടോ? മറ്റുള്ള ഒരു ആത്മകഥം കൊള്ളുന്നത് അങ്ങനെയാണോ? അതോ അതെ സഹോദര സഹോദരി, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട സഭയ്ക്ക് ആവശ്യമാണ്, ദൈവസഭയ്ക്ക് ആവശ്യമാണ് നിങ്ങളെ. നിങ്ങൾക്ക് ഇനിയും ആയുസ് ഉണ്ടാകണം, നിങ്ങൾക്ക് ഇനിയും ആരോഗ്യം ഉണ്ടാകണം, നിങ്ങളുടെ ബിസിനസ് ഇനിയും മെച്ചപ്പെടണം, നിങ്ങളുടെ കൃഷിക്ക് നിങ്ങൾക്ക് ഇനിയും വിളവുണ്ടാകണം, നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകണം, നിങ്ങൾ ഇനിയും അനുഗ്രഹിക്കപ്പെടണം. കാരണം നിങ്ങൾ സഭയ്ക്കൊരു അനുഗ്രഹമാണ്, ദൈവരാജ്യത്തിനൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയണ്ട. നിങ്ങൾക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവദാസനും ദൈവമക്കളും പ്രാർത്ഥിക്കണം. കാരണം ദൈവസഭയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ സഭയ്ക്ക് പല പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ടാ പറയുന്നത്, ഇങ്ങനെയുള്ള സഹോദരി സഹോദരന്മാരെ സഭ ഓർക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കുക, നിങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രിയ മകനാണോ, പ്രിയ മകളാണോ? നിങ്ങൾ സഭയുടെ ഒരു റോൾ മോഡലായി മാറണം.
മാതൃകയുള്ള വ്യക്തിയായി മാറണം. എല്ലാ കാര്യത്തിലും, ആളുകളോട് ഇടപെടുന്ന കാര്യത്തിൽ, എല്ലാ മേഖലയിലും. ഞാൻ ഇതൊന്നും വിശദീകരിക്കുന്ന സമയം പറഞ്ഞതിന്റെ അടുത്തെത്തി. ബി എ റോൾ മോഡൽ, ഒരു മാതൃകയാകുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാകണം? സുവിശേഷത്തിന് നിങ്ങൾ ഒരു പങ്കാളിയാകണം. കർത്താവിന്റെ ദാസൻ നമ്മളോട് പറഞ്ഞ ആ കാര്യം ഞാൻ വിശദീകരിക്കാതെ ഇവിടെ പറയുകയാണ്. 6ഉം 7ഉം വാക്യങ്ങൾ നിങ്ങൾ നോക്കിയേ. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകുമെന്നും യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ ഞാൻ സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന്, നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയിൽ ചെന്ന സഹോദരന്മാരെ എന്ത് ചെയ്യാണ്? യോഹന്നാൻ പറയുകയാണ്, നീ അവരെ മാന്യതയോടെ പറഞ്ഞു വിടണം. എന്താ അവിടെ കാണുന്ന ഒരു ധ്വനി? ഇവർ യാത്ര ചെയ്ത് വരുന്നവരല്ലേ? ആ യാത്ര ചെയ്ത് വരുന്നവരുടെ ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക നന്മ കൂടി നീ കരുതണം എന്ന് ഗായോസിനോട് പറയാനായിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു. യോഹന്നാൻ അങ്ങനെ ഗായോസിനോട് പറയാൻ ആ അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായി എന്നുള്ളതാണ് അവിടെ കാണുന്നൊരു ആ മൂഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ആ ധ്വനി, അതിന്റെ പശ്ചാത്തലം അതാണ്. ഓൾറെഡി ഗായോസ് പല കാര്യങ്ങളും ചെയ്യണ്ടേ? എന്താ? വീട്ടിൽ കൊണ്ടുപോയി ആളുകളെ സൽക്കരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഗായോസിനോട് വീണ്ടും ഒരു കാര്യം കൂടി യോഹന്നാൻ ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, നീ എന്ത് ചെയ്യണം? വേണ്ടുന്നത് പോലെ യാത്ര അയക്കണം, അവർക്ക് വേണ്ടി കരുതണം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം യോഹന്നാന് ഗായോസിന്റെ മേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മേല് എത്രത്തോളം സ്വാതന്ത്ര്യവും അവകാശവും നിങ്ങളുടെ ദൈവദാസന്മാർക്ക് നിങ്ങളുടെ മേലുണ്ട്? നിങ്ങളോട് ഒരു കാര്യം വന്ന്, സഹോദര അത് ചെയ്യണം കേട്ടോ, അതൊന്ന് ചെയ്താൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുതെന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം നമ്മുടെ മേല്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് പലപ്പോഴും നമ്മൾ കേൾക്കണ, ഇയാളെ എന്നെ ഭരിക്കാനൊന്നും വരണ്ട, ഇയാളെ എന്നോടൊന്നും ചോദിക്കാനൊന്നും വരണ്ട, ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ സഭയിൽ കേൾക്കുന്നത്. അല്ലാതെ സഹോദര, നമ്മൾ സഭയിൽ വരുന്ന അന്യോന്യം പ്രബോധിപ്പിക്കാനല്ലേ? എന്നിൽ എത്രയോ കുറവുകളുണ്ട്, നിങ്ങളിൽ എത്രയോ കുറവുകളുണ്ട്. നമ്മൾ ഇത് പരസ്പരം മനസ്സിലാക്കിയും കണ്ടും കേട്ടും മനസ്സിലാക്കിയും തിരുത്തിയുമാണ് ദൈവസഭയിൽ വളരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസഭയുടെ പ്രിയമകനാകുക, പ്രിയമകളാകുക. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ പങ്കാളിത്തം വഹിക്കുക. യോഹന്നാനെ പോലെ ഒരുപക്ഷെ അനേക ഇടങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാനായിട്ട് ഗായോസിന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ സുവിശേഷം അറിയിക്കുന്നവരെ സഹായിക്കാൻ പണം കൊടുത്ത്, ജീവിതത്തിന്റെ സമയങ്ങൾ കൊടുത്ത്, അവരെ ശുശ്രൂഷിച്ച്, അവരുടെ അടുക്കലേക്ക് വരുന്നവരെ മാന്യമായി സൽക്കരിച്ച് മുന്നോട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷത്തിന്റെ ഒരു പങ്കാളിയായി മാറുകയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല, എല്ലാവർക്കും തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, എല്ലാവർക്കും പാസ്റ്റർ ആകാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അങ്ങനെ കർത്താവ് വിളിച്ചവരുടെ പുറകിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായിട്ടോ വാക്കുകളാലെയോ വീട് കൊടുത്തോ സ്ഥലം കൊടുത്തോ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സുവിശേഷത്തിൽ നിങ്ങൾ ഒരു പങ്കാളിയാകുമോ? ഇത് എല്ലാം മറ്റുള്ളവർ ചെയ്യണം. നിങ്ങളുടെ റോൾ എന്താണ്? പിന്നെ നിങ്ങളുടെ പങ്കാളിത്തം എന്താണ്? സ്ഥലം മേടിക്കുന്നതും പ്രസ്ഥാനം, കെട്ടിടം പണിയുന്നതും പ്രസ്ഥാനം, ഫാൻ എടുത്തതും പ്രസ്ഥാനം, ഇനി മാസയോഗം വന്നാൽ അതും നടത്തുന്നത് പ്രസ്ഥാനം. പിന്നെ നമുക്ക് എന്താ പങ്കാളിത്തമുള്ളത്? നിങ്ങളുടെ കീശയിൽ നിന്ന് എന്ത് പോകും? നമുക്ക് അതാണ് പൗലോസും പറയുന്നത് എന്താണ്? എനിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും പലതും തന്നില്ല. പക്ഷെ പൗലോസ് പറയുകയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ 9-ാമത്തെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 9 പറയുകയാണ്, ഞാനിതൊക്കെ വേണ്ടാന്ന് വെക്കുക, ഞാനിതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, പക്ഷെ ഞാൻ അങ്ങ് ക്ഷമിക്കുകയാണ്. എന്നിട്ട് ഇത് തരാതെ വന്നു കഴിഞ്ഞപ്പോ പാസ്റ്റർ കൂലിപ്പണി എടുത്തു. അപ്പൊ കൂലിപ്പണി എടുക്കുന്ന പാസ്റ്ററിനെ പിന്നെ സഭയിലുള്ള വിശ്വാസികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നില്ല. പക്ഷെ പൗലോസ് അങ്ങനെയും ചെയ്തു. അപ്പൊ എന്നിട്ട് പൗലോസ് അതിനെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? എനിക്കും സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകണം. ഓൾറെഡി സുവിശേഷം അദ്ദേഹത്തിന്റെ ജീവവായുവാണ്. പക്ഷെ താൻ പിന്നെയും അധ്വാനിക്കുകയാണ്. അതാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസഭയുടെ ഒരു പ്രിയ മകനാണോ മകളാണോ? ഒരു പ്രിയ മകനും പ്രിയ മകളുമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എങ്ങനെ നമുക്ക് പ്രിയ മകനും മകളുമായിരിക്കാൻ കഴിയും? നമ്മളെ കേൾപ്പിച്ച, നമുക്ക് പറഞ്ഞു തന്ന ആത്മീകമായിട്ടുള്ള വെളിച്ചത്തിൽ, ശരിയായ ഉപദേശത്തിൽ
ദൈവദാസന്മാർ നിങ്ങളെ പഠിപ്പിച്ച പത്യോപദേശത്തിൽ, ദൈവ വചനത്തിന്റെ ആ വെളിച്ചത്തിൽ നിങ്ങൾ ഒരു ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുക. ദുരുപദേശങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക. തെറ്റായ ആളുകളുടെ പിന്നാലെ നിങ്ങൾ പോകാതിരിക്കുക. രണ്ടാമത്, നിങ്ങൾ സഭയിൽ നിങ്ങൾ മാതൃകയോടെ ജീവിക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളെ കാണുന്നവർ, നിങ്ങളെ നോക്കുന്നവർ നിങ്ങളിൽ നിന്ന് ഒരു ഊർജം ഉൾക്കൊള്ളട്ടെ. നിങ്ങളെ കാണുമ്പോൾ ഈ സഹോദരനെ പോലെ എനിക്കുമായിരുന്നെങ്കിൽ, ഈ സഹോദരിയെ പോലെ എനിക്കുമാകാൻ കഴിയണം എന്നുള്ള താല്പര്യത്തോടെ ഒരു ഗായോസിന്റെ സ്വഭാവം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. വേറൊരു കഥാപാത്രം പറയുന്നുണ്ട്, ദെയത്രഫോസ്. അപ്പോൾ ഏറ്റവും അവസാനം ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കണം, ഞാൻ മിനിറ്റുകൾ കൂടുതൽ എടുക്കുകയാണ്. ഞാൻ വേഗം അവസാനിപ്പിക്കുകയാണ്. 11-ാമത്തെ വാക്യം, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ഗായോസിനോട് പറയുകയാണ്, ഗായോസേ, എന്റെ പ്രിയ മകനെ, നിന്റെ സഭയിൽ കൊള്ളരുതാത്ത സ്വഭാവമുള്ള ചില സഹോദരന്മാരും കൂടെ ഉണ്ട്. അവരെ കണ്ട് നീ അനുകരിക്കരുത്. അവരുടെ സ്വഭാവം അവർക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്തായിക്കൂടാ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകരുത്. ഇവിടെ ഇരിക്കുന്ന യുവ സഹോദരന്മാരോട്, കുഞ്ഞുങ്ങളോട് പറയുന്നു, നമ്മുടെ സഭയിൽ പല വിധത്തിലുള്ള ആളുകളുണ്ട്, പല സ്വഭാവക്കാരുണ്ട്. നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആരെയാ? സഭയിൽ തല്ലുണ്ടാക്കുന്നവരെയല്ല, പാസ്റ്ററുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നവരെയല്ല, അല്ലെങ്കിൽ സഭയിൽ അലമ്പുണ്ടാക്കുന്നവരെയും കർത്തൃമേശ പാത്രം വലിച്ചെറിയുന്നവരെയും സഭാവോള് അടച്ച് താക്കോലും കൊണ്ട് പോകുന്നവരെയും ഇതൊന്നുമല്ല നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക ഗായോസിനെ പോലെയുള്ളവരാകണം. ദെയോത്രഫസിനെ പോലെയുള്ളവരാകരുത് നമ്മുടെ മാതൃക. പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലവരെ മാതൃകയാക്കുക. നല്ല സ്വഭാവമുള്ളവരെ, നല്ല ജീവിത ശൈലിയുള്ളവരെ, നല്ല പെരുമാറ്റമുള്ളവരെ, നല്ല പ്രസംഗിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, അതിഥി സൽക്കാരം കാണിക്കുന്നവരെ മാതൃകയാക്കുക. സമൂഹത്തിലെ ഒരു തിന്മയും, സഭയിലെ ഒരു തിന്മയും നിങ്ങൾ മാതൃകയാക്കരുത്. നിങ്ങളുടെ മാതൃക നല്ല ആന്റിമാരായിരിക്കണം, നല്ല അങ്കിൾമാരായിരിക്കണം, നല്ല പാസ്റ്റർമാരായിരിക്കണം. അവരെ നിങ്ങൾ മാതൃകയാക്കുക. അവരുടെ കാൽച്ചുവടുകൾ നിങ്ങൾ പിന്തുടരുക. സഭയിൽ അല്ലാത്തവരും ഉണ്ടാകും. അവരെ കർത്താവ് വേണ്ടുന്നത് പോലെ കൈകാര്യം ചെയ്തോളും. അവരെ കർത്താവ് ന്യായം വിധിച്ചോളും. അതാണ് ഗായോസിനോട് പറയുന്നത്. ഗായോസ്, നീ മാതൃകയാക്കേണ്ടത് നന്മയുള്ളവരെ, നീ ആ നല്ല സ്വഭാവമുള്ളവരെ, നന്മയെ നീ അനുകരിക്കുക, തിന്മയെ അനുകരിക്കരുത് എന്നുള്ളതാണ്. അടുത്തൊരു നല്ല സഹോദരൻ കൂടിയുണ്ട്, ദെമത്രിയോസ്. ആ സഹോദരൻ നല്ലതായിരുന്നു. ആ സഹോദരൻ നല്ലൊരു സഹോദരനായിരുന്നു. ഗായോസിനെ പോലെ ഉള്ള ഒരു സഹോദരനായിരുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഇന്നൊരു തീരുമാനം എടുക്കാം. ഞാൻ എൻ്റെ സഭയിൽ ഒരു പ്രിയ മകനായി, ഒരു പ്രിയ മകളായി, ദൈവരാജ്യത്തിന്, ദൈവസഭയ്ക്ക് ഗുണമുള്ള, പ്രയോജനമുള്ള, സത്യത്തിൽ ജീവിക്കുന്ന, മാതൃകയോടെ ജീവിക്കുന്ന, സുവിശേഷത്തിൽ പങ്കാളിയായ ഒരു സഹോദരനായി, സഹോദരിയായി ഞാൻ ജീവിക്കും. എന്നെ കൊണ്ട് ചെയ്യാവുന്നത്, അത് ശരീരം കൊണ്ടും പണം കൊണ്ടും എന്റെ സൗകര്യങ്ങൾ കൊണ്ടും എനിക്കുള്ള നന്മകൾ കൊണ്ടും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. ദൈവസഭയ്ക്ക് ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കും എന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങൾ എന്നേക്കും ജീവിക്കുന്ന ഒരു വ്യക്തിയാകും. നിങ്ങളെ ജനം ഓർക്കും. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നന്മകളും കർത്താവ് അനേകരുടെ പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകുവാനായിട്ടിടയാകും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് കേട്ട ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മാതൃകയുള്ളവരായിട്ട് ജീവിക്കാം. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഗായോസിനെ പോലെ ജീവിക്കാനുള്ള ദൈവകൃപ തരണമേ കർത്താവെ. ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ സഭയിൽ ധാരാളം തിന്മകൾ, ധാരാളം മോശമായ കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. എന്നാൽ അതൊന്നും അനുകരിച്ച്, അതൊന്നും മാതൃകയാക്കി ജീവിക്കാതെ ഞങ്ങൾ കർത്താവെ, അനേക ഭക്തന്മാർ ദൈവകൃപയിൽ ജീവിച്ച് മരിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ചതുപോലെ ഞങ്ങൾക്കുള്ള ഈ ഒരു കൊച്ചു ജീവിതം കർത്താവെ, മാതൃകയോടെ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച് സഭയ്ക്ക് ഒരു അത്താണിയായി, മാതൃകയായി, ഒരു കൈത്താങ്ങായി ജീവിച്ച് ഞങ്ങൾക്ക് നിത്യതയിലേക്ക് പോകുവാൻ സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും നേടുവാൻ സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഒരു പ്രിയമകനായി, പ്രിയമകളായി, സഭയെ സ്നേഹിക്കുന്ന, സഭയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സഹോദരനും സഹോദരിയായിട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാം കർത്താവ് സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.